മൂവാറ്റുപുഴയിൽ നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. അതിഥി തൊഴിലാളികളുടെ അഭാവത്തിൽ നിലവിലുള്ള തൊഴിലാളികൾ കൂലി കുത്തനെ കൂട്ടിയതോടെ ഇതിനെതിരെ മുന്നറിയിപ്പുമായി ലേബർ കരാറുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായി പോയ ബംഗാൾ, ആസാം സ്വദേശികളായ അതിഥി തൊഴിലാളികൾ മടങ്ങിയെത്താത്തതാണ് വിവിധ മേഖലകളിൽ ഉടലെടുത്ത തൊഴിലാളി ക്ഷാമത്തിന് കാരണം. സാഹചര്യം മുതലെടുത്ത് നിലവിലുള്ള തൊഴിലാളികൾ കൂലി കുത്തനെ കൂട്ടിയതോടെ ഇതിനെതിരെ മുന്നറിയിപ്പുമായിട്ടാണ് ലേബർ കരാറുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാവിലെ തൊഴിലാളികൾ ഒത്തുകൂടുന്ന പിക്കപ്പ് സ്പോട്ടുകളിൽ കരാറുകാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ മിനിമം വേതനം രേഖപ്പെടുത്തിയ ബോർഡുകൾ സ്ഥാപിച്ചു. മേസൺ ജോലിക്ക് 1150 രൂപയും ഹെൽപ്പർമാർക്ക് 950 രൂപയുമാണ് ഫ്ലക്സുകളിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ തുക ആരും നൽകരുതെന്നും ഉയർന്ന കൂലി നൽകിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കരാറുകാർ മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിലാളിക്ഷാമം രൂക്ഷമായതോടെ പലരും കൂടുതൽ തുക നൽകി ആളുകളെ റാഞ്ചുന്നത് പതിവായിട്ടുണ്ട്. തോട്ടങ്ങളിൽ പൈനാപ്പിൾ നശിക്കാതിരിക്കാൻ പ്രതിദിനം 3500 രൂപ വരെ നൽകി തൊഴിലാളികളെ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇതോടെ നിർമ്മാണ മേഖലയാണ് പാടെ താളം തെറ്റിയത്. മുൻപ് 1100 രൂപയായിരുന്ന മേസൺ കൂലി 2000 മുതൽ 2500 രൂപ വരെ കയറി. ഹെൽപ്പറിന്റെ കൂലി 2000 രൂപ വരെയും ഉയർന്നു. ബോർഡുകൾ സ്ഥാപിച്ചതോടെ തൊഴിലാളികൾ എത്തുന്ന പിക്കപ്പ് സ്പോട്ടുകളിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.